ശരി, ശ്രീ ജോസ് തോമസ്, ഈ സിനിമാ രംഗത്ത് നോക്കുകയാണെങ്കിൽ വിനായകൻ നല്ല നടനാണ്, മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടത്തുകയാണെങ്കിൽ അത് സിനിമാ രംഗത്തിന് പോലും അപമാനകരമാണല്ലോ. ഈ നടൻ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ജോസ് തോമസ്. ഞാൻ ചോദ്യം ശരിക്കും കേട്ടില്ല. അല്ല, ഈ ഒരു നടൻ, ഈ വിനായകൻ എന്ന നടൻ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചെയ്തികൾ കൊണ്ട്. സിനിമയിലെ കാര്യമല്ല പറയുന്നത്, നടന വൈഭവം ഒന്നുമല്ല പറയുന്നത്, പക്ഷേ പൊതുസമൂഹത്തിനൊരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജുഷേ, നമ്മള് ഒരു ആനയ്ക്ക് മതമിളകിയാൽ എന്താ ചെയ്യുക? മയക്കുവെടി വെച്ച് തളയ്ക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇയാൾ ഒന്നുകിൽ മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാണ്. ഈ രണ്ട് കാര്യത്തിലും കൃത്യമായ ചികിത്സ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോ ലഹരിക്ക് അടിമയാണെങ്കിൽ അവിടെ ഇയാൾ വയലന്റ് ആവും, ആർക്കും അടുക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഒരു 10-15 പേര് കൂടി ഇയാളെ തൂക്കിയെടുത്ത് ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലാക്കണം. 2-3 മാസം അവിടെ ട്രീറ്റ്മെന്റും കൗൺസിലിംഗും ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നന്നാവും. ഇനി അതല്ല, മാനസിക രോഗിയാണെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. ഇയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രണ്ട് കാര്യത്തിൽ എന്തെങ്കിലും ആണെന്നാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ മാനസിക രോഗികൾ കാണിക്കുന്നതിനേക്കാൾ വികൃതമായ രീതിയിൽ ഞാൻ മാനസിക രോഗമാണെങ്കിൽ സഹതപിക്കേണ്ടതാണ്, അതാരുടെയും കുറ്റമല്ലല്ലോ. എന്നാൽ ലഹരിക്കടിപ്പെട്ടാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ ഇതൊന്നുമല്ല, നല്ല ചുട്ട അടിയാണ്. ഇത് ഇതുവരെ കിട്ടാത്തത് കൊണ്ടാണ് ഈ വിനായകൻ ഇപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളൊരു പൊതുശല്യം എന്ന് പറയുന്നത്, ഇയാൾ ഇവിടുന്ന് കെട്ടുകെട്ടി ഗോവയിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവിടെ പോയി എങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാം, ആരുടെയും മുഖം നോക്കണ്ട, ആരുടെയും ചീത്ത കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോവയിലേക്ക് പോരുന്നു. പിന്നെ എപ്പോഴാണ് തിരിച്ചു വന്നറിയില്ല. എന്തായാലും അയാളുടെ പ്രവൃത്തികൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, എനിക്ക് തോന്നിയത് മാനസിക രോഗിയാണോ എന്ന് സംശയിച്ചു. അതല്ല ലഹരിക്കടിമയാണോ? ലഹരിക്കടിമ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അത് മദ്യം മാത്രമല്ല, മദ്യം കഴിച്ചാൽ ഇത്രയും വികൃതമായി ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ലാസലഹരി ആയിരിക്കണം. ആ മനുഷ്യനെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ട്രീറ്റ്മെന്റിന് വിധേയനാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ പൊതുശല്യമായിട്ടൊരു മനുഷ്യൻ പോയാൽ അതിൽ പോലീസ് ഇടപെടുക തന്നെ വേണം. ഫ്ളാറ്റില് ഇയാളുടെ ഫ്ളാറ്റിനടുത്തുള്ള ഒരു ഫാമിലി പറഞ്ഞത്, ഒരുപാട് പേര് ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും വിട്ടുപോവാണ്, അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്ര ശല്യമാണ്. ഇപ്പോൾ വീഡിയോ കണ്ടത് മാത്രമല്ല, ഇതല്ലാത്ത പല കാര്യങ്ങളും എല്ലാ ദിവസവും സംഭവിക്കുന്നു. ആരെന്ത് സംസാരിച്ചാലും പരസ്യമായി ചീത്ത വിളിക്കുകയാണ്, തെറിയാണ്, പച്ചത്തെറി. അന്തസ്സുള്ളവർക്ക് അതേപോലെ തിരിച്ചു പെരുമാറാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇയാൾ അത് മുതലെടുക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇയാളൊരു കോംപ്ലക്സിന്റെ കൂടാണ്. ഇയാളുടെ ഉള്ളിൽ ആ ജാതി എന്ന് പറയുന്ന, ഞാനൊരു അവർണനാണ് എന്ന് പറയുന്ന ആ ചിന്ത അയാളുടെ ഉള്ളിലുണ്ട്. ഞാനിത് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ഭാഗമായിട്ട് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അയാളുടെ സിനിമ കാണുന്ന ആരും അയാൾ ജാതി ഏതാണ്, മതം ഏതാണ്, വർഗം ഏതാണ്, നിറം എന്താണെന്ന് നോക്കിയിട്ടല്ലോ. അയാൾ നന്നായി അഭിനയിച്ചു എന്നല്ലേ പറയുന്നത്. എന്നാൽ അയാളുടെ ഉള്ളിൽ ഞാനൊരു അവർണനാണ്, ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്, എന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെ എല്ലാവർക്കും എന്നോട് പുച്ഛമാണെന്ന് തോന്നുന്ന ഒരു വികാരം അയാളുടെ ഉള്ളിൽ വളർന്ന് അയാളേക്കാൾ വലുതായിരിക്കും. അത് തന്നെയാണ് അയാൾ ഈ കാണിക്കുന്ന പ്രകടനം. സിനിമയിൽ നോക്കുകയാണെങ്കിൽ ശ്രീ ജോസ് തോമസ്, സിനിമയിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പരാതികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ സെറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സെറ്റിൽ അഭിനയിക്കാൻ എത്തുമ്പോൾ കൃത്യസമയത്ത് വിനായകൻ എത്താറുണ്ട് എന്നാണ് സിനിമയിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൃത്യമായിട്ട് തന്നെ വേഷങ്ങൾ ചെയ്യും, അത് മാത്രമല്ല അത് മനോഹരമായിട്ട് തന്നെ ചെയ്യും. ഇതൊക്കെയുണ്ട്. അതല്ലാതെ ഈ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയ പല പരാതികൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടോ? സംഘടനകൾക്ക് മുന്നിൽ താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹി കൂടിയാണല്ലോ, ഫെഫ്കയുടെ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, ഒരിക്കൽ പോലും സംഘടനാ തലത്തിൽ അങ്ങനെ പരാതികളൊന്നും വന്നിട്ടില്ല. ഇനി ആരെങ്കിലും സെറ്റിൽ പ്രശ്നമുണ്ടായിട്ട് പരാതിപ്പെടാതിരുന്നാണോ എന്ന് സംശയമുണ്ട്. കാരണം പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വീട്ടിൽ പോയി ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അയാളെ പരസ്യമായി അവമാനിക്കുകയോ ചെയ്യുമെന്ന് പേടിച്ചിട്ട് പറയാത്തതാണെന്ന് അറിയില്ല. പക്ഷെ ഇതുവരെ സെറ്റുകളിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു പരിധി വരെ അഭിനയിക്കുന്ന സമയത്ത് ഈ ലഹരി കൂടുതൽ ഉപയോഗിക്കാനുള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. കാരണം പലപ്പോഴും പ്രൊഡക്ഷൻ മാനേജർ പോലെ ഡയറക്ടറും ഒക്കെ സമയത്തിനുള്ളിൽ സിനിമ തീർക്കാൻ വേണ്ടി ഇയാളെ പിടിയാലെ കൂടെ കൂട്ടി, ചിലപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞ് സ്നേഹിച്ച് കൂടെ കൂട്ടിയായിരിക്കും ചെയ്യുക.
ഇത് ഫ്ലാറ്റിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണല്ലോ ഈ പറയുന്ന പോലെ ലഹരി മാക്സിമം അങ്ങോട്ട് കയറ്റുക. അപ്പോൾ ഉള്ളിലുള്ള പല വികാരങ്ങളും പുറത്തേക്ക് വരും. അതിൽ ഈ ഞാൻ പറയുന്ന കോംപ്ലക്സും ആരോടൊക്കെയുള്ള പക, വൈരാഗ്യം, അത് ചികിത്സ കൊണ്ട് മാറുക, അല്ലെ നല്ല സൈക്കോളജിസ്റ്റ് അടുത്ത് കൊണ്ടുപോവുക, കൗൺസിലിംഗ് കൊടുക്കുക, അതിലത് വേറെ മാർഗമൊന്നുമില്ല. ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇത് കേസെടുക്കേണ്ട ഒരു കുറ്റം തന്നെയാണ്.